നമസ്കാരം. ട്രംപിനെ കൊന്നു തള്ളാൻ ഖമേനി, ഉപ്പയെ കൊന്നവനെ ചുട്ടുകൊല്ലാൻ അവനെത്തിയിരിക്കുന്നു. ട്രംപിന്റെ ഉറക്കം കെടുത്താൻ മുജ്തബ ഖമേനി ഒരുമ്പിട്ടിറങ്ങി. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ചൈന കളി ആരംഭിക്കുന്നു. ലോകം ഉറ്റുനോക്കുന്ന ആ പ്രതികാരത്തിന്റെ കഥയെന്ന് പറയപ്പെടുന്നത്, അതായത് സ്വന്തം ഉപ്പയെ കൊന്നവനെ വെറുതെ വിടില്ലെന്ന കഥ. ഇറാൻ എന്തുകൊണ്ടാണ് യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് പറഞ്ഞു വെക്കുന്നത്? 24 മണിക്കൂറിനുള്ളിൽ യുദ്ധം തുടങ്ങി 24 മണിക്കൂറിനുള്ളിൽ സ്വന്തം ഉപ്പായെ കൊന്നവനെ ജീവനോടെ പിടിച്ചു കത്തിക്കുക എന്നതിൽ കുറഞ്ഞതൊന്നും ആഗ്രഹിക്കുന്നില്ല ഈ പ്രതികാര കഥയിൽ. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നാൾ 40 ദിവസം പിന്നിടുമ്പോഴും ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക യുദ്ധം അവസാനിക്കാതിരിക്കുന്നത്. പറയുന്ന എന്ത് സമാധാന ചർച്ചകളും ഒരിക്കലും ലക്ഷ്യം കാണണമെന്നോ അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ട് വിജയത്തിലെത്തണമെന്നോ ഇറാൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ്. ഇറാൻ ആഗ്രഹിക്കുന്നത് അവർ മുന്നോട്ട് വെച്ചുള്ള 10 പദ്ധതികൾ ഒരിക്കലും ആർക്കും അംഗീകരിക്കാൻ കഴിയാത്തതാണ് എന്ന് ഇറാന് തന്നെ ബോധ്യപ്പെട്ടതാണ്. അപ്പോൾ അത് നടപ്പിലാക്കണമെന്നോ അല്ലെങ്കിൽ അത് അംഗീകരിക്കണമെന്നോ ഇറാനും താല്പര്യപ്പെടുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ വന്നാൽ അടുത്ത നിമിഷം വീണ്ടും യുദ്ധം തുടങ്ങും. കാരണം ഒരിക്കലും ആഗ്രഹിക്കരുത് എന്ന് പറഞ്ഞൊരു യുദ്ധമാണ് ഫെബ്രുവരി 28 ഇസ്രായേൽ തുടങ്ങി വെച്ചത്. പിന്നെ അങ്ങോട്ടുള്ള ഈ 40 ദിവസങ്ങളിൽ ഇസ്രായേലിനെയും അമേരിക്കയും മാറി മാറി ആക്രമിക്കുവാൻ വളരെ കൃത്യമായിട്ട് ഇടപെടലുകൾ നടത്തിയ ഒരു രാജ്യമാണ് ഇറാൻ. ഇത്രയും ഒരു ചെറിയ രാജ്യം വലിയ ലോകരാഷ്ട്രങ്ങളോട് ഇത്തരത്തിൽ 40 ദിവസം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല. അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ പ്രതികാരത്തിന്റെ കഥ തുടങ്ങുന്നത്. അതായത് ആയത്തുള്ള അലി ഖമേനിയെ യുദ്ധം തുടങ്ങി 24 മണിക്കൂറിനുള്ളിൽ വധിച്ചത് ഇസ്രായേലായിരുന്നു, അല്ലെങ്കിൽ ഇസ്രായേൽ അമേരിക്ക കൂട്ടുകെട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മുജ്തബ ഖമേനിക്കും അത്തരത്തിലൊരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ് ഇസ്രായേലിന്റെ അടുത്ത പദ്ധതി എന്ന് പറയപ്പെടുന്നത്. പക്ഷേ ഇവിടെ യുദ്ധം അവസാനിക്കാതായി പോകുന്നത് ഇവിടെ ഒരു പ്രതികാരത്തിന്റെ കഥയുള്ളത്. സ്വന്തം അപ്പയെ 24 മണിക്കൂറുകൾ കൊണ്ട് കൊന്നു തള്ളിയവരെ തിരിച്ചതേപോലെ പച്ചയ്ക്ക് ചുട്ടരിക്കുക എന്നൊരു തത്വത്തിലേക്ക് ഇറാൻ എത്തിച്ചേരുന്നു. ഇസ്രായേലിന്റെ ബെഞ്ചമിൻ നെതന്യാഹുവിനെ പിടിച്ചുകെട്ടി പച്ചയ്ക്ക് കത്തിക്കുക എന്നതിൽ കുറഞ്ഞതൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ട്രംപിനോട് അത്തരത്തിലൊരു സമീപനം സ്വീകരിക്കുവാൻ ഇറാൻ തയ്യാറുമല്ല. അപ്പോൾ ഇവിടുത്തെ യുദ്ധത്തിന് കാരണക്കാരൻ എന്ന് പറയപ്പെടുന്ന ഇസ്രായേലാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇറാൻ. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് പകരം ചോദിക്കുവാൻ ഇറാനിയൻ പരമോന്നത നേതാവായിട്ടുള്ള മുജ്തബ ഖമേനി തക്കം പാർത്തിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഷ്ട്രീയ നിരീക്ഷകരടക്കം അത്തരത്തിൽ പറയുന്നുണ്ട്. തൻ്റെ പിതാവിനെ വധിച്ചതിന് അതിന് പ്രതികാരം വീട്ടാൻ വേണ്ടിയിട്ട് മുജ്തബ ഖമേനി തയ്യാറെടുക്കുകയാണ്. അങ്ങനെ ഒരു പ്രതികാരദാഹ മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയാകുമെന്നുള്ളതാണ് ബ്രഹ്മറിന്റെ മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. ഇസ്ലാമാബാദിൽ നടക്കാനിരിക്കുന്ന നിർണായകമായുള്ള സമാധാന ചർച്ചകൾക്ക് മുന്നോടിയായിട്ട് മേഖലയിൽ കടുത്ത അനിശ്ചിതത്വം നിലനിൽക്കുന്ന സാഹചര്യമായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന അലി ഖമേനി US ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് മകൻ മുജ്തബ ഖമേനി അധികാരമേറ്റത്. തന്റെ കുടുംബത്തെ തകർത്തവരുള്ള അടങ്ങാത്ത പകയാണ് ഇപ്പോൾ അദ്ദേഹത്തെ നയിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. യുക്തിപരമായിട്ടുള്ള തീരുമാനങ്ങളെക്കാൾ വൈകാരികമായിട്ടുള്ള തിരിച്ചടികൾക്കാണ് അദ്ദേഹം മുൻഗണന നൽകുന്നത് എന്നും ബ്രഹ്മർ നിരീക്ഷിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിലെ സാഹചര്യം അതിപ്പോഴും സങ്കീർണമായിട്ട് തുടരുകയാണ്. കടലിടുക്ക് പൂർണ്ണമായിട്ടും തുറന്നു നിൽക്കാൻ ഇറാൻ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ 24 മണിക്കൂറിടെ കേവലം 7 കപ്പലുകൾക്ക് മാത്രമാണ് ഇറാൻ അനുമതിയോടുകൂടി ഇതിലൂടെ കടന്നു പോകാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നിലവിലെ സാമ്പത്തിക സാമൂഹിക രീതികൾ ഇറാൻ അനുകൂലമാകും. നിലവിലെ താൽക്കാലികമായിട്ടുള്ള വെടിനിർത്തൽ എന്ന് പറഞ്ഞാൽ ഏതു നിമിഷവും തകരാം എന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇറാനിലെ സായുധ വിഭാഗമായിട്ടുള്ള ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വെടിനിർത്തൽ കരാറിനോട് പൂർണ്ണമായിട്ടും സഹകരിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ ആക്രമണത്തെ പ്രതിരോധിക്കുവാൻ വേണ്ടി പ്രാദേശിക കമാൻഡർമാർക്ക് സ്വയം തീരുമാനമെടുക്കുവാനുള്ള അധികാരം നൽകിയിരുന്നു. ഇത് കേന്ദ്ര നേതൃത്വത്തിന്റെ നിയന്ത്രണത്തിന് പുറത്തു പോകുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ പുറത്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു എന്നതാണ്. ഇന്ന് സമാധാന ചർച്ചകളെ പ്രതികൂലമായിട്ട് ബാധിക്കും. അമേരിക്ക മുന്നോട്ട് വെക്കുന്ന കർശന നടപടികളും വെടിനിർത്തലിന് ഭീഷണിയായി മാറും. ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം മുഴുവൻ നീക്കം ചെയ്യണമെന്നും ഹിസ്ബുള്ള, ഹൂതി തുടങ്ങിയ സായുധ സംഘടനകളുള്ള പിന്തുണ അവസാനിപ്പിക്കണമെന്നുമൊക്കെ ട്രംപ് ഭരണകൂടം ഇറാനോട് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഈ ഉപാധികൾ അംഗീകരിക്കുവാൻ ഇറാൻ തയ്യാറാകുമോ എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം ഉറ്റുനോക്കുന്നതെന്ന് പറയാം. കാരണം വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും ഗൾഫ് മേഖലയിൽ സൈനിക വിന്യാസം അത് ശക്തമാവുകയാണ്. ഇവിടെ ഇപ്പോൾ മൂന്നാമതൊരു വിമാനവാഹിനി കപ്പൽ കൂടി മേഖലയിലേക്ക് തിരിച്ചിട്ടുണ്ട്.
ഇറാനെതിരെ കരയുന്നതിനുള്ള സാധ്യതകൾ ട്രംപ് ഇപ്പോഴും തള്ളിക്കളഞ്ഞിട്ടില്ല. എണ്ണവില കുറയ്ക്കുവാനും വിപണിയിൽ ആത്മവിശ്വാസം വളർത്താനുമുള്ള ഒരു താൽക്കാലിക തന്ത്രം മാത്രമാണോ ഈ വെടിനിർത്തൽ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതേസമയം ഗൾഫ് യുദ്ധത്തിൽ ഇസ്രായേലിന്റെ നിലപാട് നിർണായകമായിരുന്നു. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വെടിനിർത്തൽ ശ്രമങ്ങൾക്ക് തുരങ്കം വയ്ക്കാൻ സാധ്യതയില്ല എന്ന് ബ്രഹ്മർ പറയുന്നുണ്ട്. എന്നാൽ അമേരിക്കയിലെ യുവതലമുറകൾക്കിടയിൽ ഇസ്രായേൽ വിരുദ്ധ വികാരം ശക്തിപ്പെടുന്നത് ട്രംപിന് വെല്ലുവിളിയാണ്. ഇത് വെറും അമേരിക്കൻ താല്പര്യങ്ങൾക്കായുള്ള യുദ്ധമല്ല, മറിച്ച് ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനുള്ളതാണ് എന്ന ചിന്ത ട്രംപിന്റെ രാഷ്ട്രീയ അടിത്തറയെ ബാധിച്ചേക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മേഖലയിലെ സമാധാന ചർച്ചകളിൽ പാകിസ്ഥാൻ മധ്യസ്ഥനായി മാറുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒന്നല്ല. ട്രംപുമായുള്ള ബന്ധവും ചൈന, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളുമായുള്ള സുരക്ഷാ സഹകരണവുമാണ് പാകിസ്ഥാൻ ഈ അവസരം നൽകിയത്. എന്നാൽ ആഗോളതലത്തിൽ ഇന്ത്യയുടെ വളർച്ചയുമായി താരതമ്യം ചെയ്യുമ്പോൾ പാകിസ്ഥാന്റെ പങ്ക് വളരെ നിസ്സാരമാണ് എന്നതാണ്. സാങ്കേതിക വിദ്യയിലും നിർമ്മിത ബുദ്ധിയിലും ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ അത് ലോകം അംഗീകരിക്കുന്നതാണ്. G7 രാജ്യങ്ങൾക്കും ഗ്ലോബൽ സൗത്തിനും ഇടയിൽ ഒരു പാലമായിട്ട് പ്രവർത്തിക്കുവാൻ ഇന്ത്യക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. പാകിസ്ഥാൻ കേവലം ഒരു താൽക്കാലിക മധ്യസ്ഥന്റെ റോളിൽ നിൽക്കുമ്പോൾ ഇന്ത്യ ആഗോള സാമ്പത്തിക ക്രമത്തിൽ നിർണായകമായിട്ടുള്ള ശക്തിയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിർത്തിയിലെ സൈനിക കരുത്തിലും സാമ്പത്തിക സുസ്ഥിരതയിലും പാകിസ്ഥാൻ ഇന്ത്യയുടെ 7 അയലത്ത് പോലും എത്താൻ കഴിയില്ല. ഇറാൻ പോലുള്ളൊരു മതാധിഷ്ഠിത വിപ്ലവ ഭരണകൂടത്തെ മൂലയ്ക്കൊതുക്കുന്നത് കൂടുതൽ അപകടകരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും അത് വലിയ ആഗോള സുരക്ഷയെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ട്രംപിനെ പോലൊരാളെ കൊന്നു തള്ളാൻ മുസ്തഫ ഖമേനിയെ പോലൊരു മകൻ തയ്യാറാകുന്നതിന് പിന്നീട് വലിയൊരു ചരിത്ര സത്യമുണ്ട്. ഖമേനി എത്തിയിരിക്കുന്നതും യുദ്ധം അവസാനിക്കുന്നതിനും കാരണമായി ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും ഒന്നുകിൽ ട്രംപ് അല്ലെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹു, ഇവരിൽ ഒരാളുടെ ചോര കണ്ടു മാത്രമേ, അല്ലെങ്കിൽ ഒരാളുടെ തലയറുത്ത് കഴിഞ്ഞ് മാത്രമേ, അല്ലെങ്കിൽ അവരെ കൊന്നു തള്ളിയതിനു ശേഷം മാത്രമേ ഈ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന തരത്തിലേക്കാണ് ഇറാന്റെ പോക്ക് എന്ന് പറയുന്നത്.